പക്ഷെ ഇപ്പോഴാണ് അതിനൊരു ക്ലാരിഫിക്കേഷനുമായിട്ട് അവർ ഉമ്മ വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഫുൾ പ്ലാനിങ് ആണ്. ഇത് അനീഷുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴാണെങ്കിലും കയറി റേസ് ആയി അനീഷിനെ വായി വരുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അനുമോളെ കാണുമ്പോഴൊക്കെ ഈ ഞരമ്പന്റെ നോട്ടവും അതുപോലെ തന്നെ ഈ ഞരമ്പൻ ഏത് സാഹചര്യത്തിലും അനുമോളെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കളയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പം ഇതെല്ലാം കേസ് കെട്ടും ഈ പറയുന്ന ആര്യനെ സേവ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം മസ്താനിയുടെ ദേഹത്ത് തന്നെ കൊണ്ട് വെക്കാൻ ചാൻസ് ഉണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മസ്താനിയോട് ചോദിക്കുന്നുണ്ട് അനുമോളെ തള്ളിയ വിഷയം. ആര്യനെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ മസ്താനിയോട് ചോദിക്കുന്നു, മസ്താനി ആര്യനെ പിടിച്ച് തള്ളിയായിരുന്നു എന്നുള്ളത്. അത് ആര്യം പറഞ്ഞപ്പോൾ ഞാൻ തള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, മസ്താനിയുടെ ദേഹത്ത് ആരും തൊട്ടാൽ വിഷയം, പക്ഷെ മസ്താനിക്ക് ആരെങ്കിലും പിടിച്ചിങ്ങനെ തള്ളി എന്നുവെച്ചാൽ മറ്റൊരാളെ പിടിക്കുന്ന രീതിയിൽ തള്ളിവിടാം എന്നാണ് അവിടെ ലാലേട്ടൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. മസ്താനിയെ കയറി പിടിക്കുമ്പോൾ മാത്രം മസ്താനിക്ക് പ്രശ്നം, അനുമോളെയോ മറ്റുള്ളവരെയോ പിടിച്ച് തള്ളാൻ പറഞ്ഞു വെച്ച് തള്ളിക്കഴിഞ്ഞാൽ മസ്താനിക്ക് വിഷയമില്ലെന്നുള്ള കാര്യം അതെന്തായാലും ശരിക്കും എന്ന് ചോദിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് അവിടെ മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. അവിടെ ഈ ആര്യനാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. എന്ന് വെച്ചാൽ ആര്യനാണ് അവിടെ പറയുന്നത് തള്ളാൻ വേണ്ടിയിട്ട്. ഈ പറയുന്ന അനുമോളുടെ പുറകിൽ നിന്നുകൊണ്ട് ആര്യനാണ് മസ്താനിയോട് പറഞ്ഞത് എന്നെ പിടിച്ച് തള്ള് എന്നുള്ളത്. അത് തള്ളിയത് മസ്താനിയുടെ തെറ്റാണ്. മസ്താനിക്ക് വേണമെങ്കിൽ അവിടെ തള്ളാതെ ഇരിക്കാമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നിങ്ങൾ ഈ ലൈവ് കാണുന്നവർക്ക് കൂടുതലും മനസ്സിലാവും. ഈ അനുമോളെ കാണുമ്പം എന്തായാലും ഈ ആര്യന് ഒരു അനക്കമുണ്ട്. ആര്യൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആര്യൻ അവിടെ പറഞ്ഞ് ബോധിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ അനുമോൾക്ക് ആര്യനോട് ക്രഷാണെന്നാണ്. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു ക്രഷ് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഞരമ്പനാണ് അവിടെ വിഷയമുള്ളത്. അനുമോളെ കാണുമ്പോഴൊക്കെ ഈ ഞരമ്പന്റെ നോട്ടവും അതുപോലെ തന്നെ ഈ ഞരമ്പൻ ഏത് സാഹചര്യത്തിലും അനുമോളെ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കളയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവനതിന് ശ്രമിക്കാറുമുണ്ട്. എന്നിട്ട് കുണുവാവയാണല്ലോ ലാലേട്ടൻ വഴി ഇന്നലെ വന്ന് പറഞ്ഞത്. ഈ കുണുവാവയാണ്, ഈ കുണുവാവയ്ക്കൊന്നും അറിയത്തില്ല എന്നാ പറയുന്നത്. കുണുവാവ അവിടെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന പോലെയൊക്കെയാണ്. ജിസേലിന്റെ കാര്യം ആര്യന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ വെളുപ്പിക്കാൻ ശ്രമിച്ചതിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്തായാലും നമ്മൾ അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പ്രൊമോ ഒന്ന് കാണാം. മഷാലിയെ കൊണ്ട് തളിച്ചോ? വെള്ളം ഒഴിപ്പിച്ചു. എന്താ മഷാലി? മഷാലിയാണ് അന്തർഗത ചെയ്തത്. ഞാൻ അവിടെ സീരിയസ് ആയിട്ട് എന്നോട് പറഞ്ഞു തമാശക്ക് തള്ളുന്നു പറഞ്ഞു. ഞാൻ തള്ളി. അതായത് മഷാലിയുടെ ദേഹത്തൊട്ട വലിയ പ്രശ്നം. മഷാലിക്ക് ഒരാളെ തള്ളാൻ പറഞ്ഞാൽ തള്ളാം. എന്ത് തള്ളാണ് മഷാലി, എന്ത് തള്ളാണ്. അതുപോലെ ആ പ്രൊമോയിൽ മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അനുമോള് പറയുന്നുണ്ട് ഞാൻ മാന്യമായിട്ട് ഇവിടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നു അനുമോള് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴാണെങ്കിലും ഈ ആര്യൻ കയറി അതിനെ തടസ്സപ്പെടുത്താറുണ്ട്. ആര്യൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചു നേരം ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ വായിൽ വിഴുങ്ങിയാണ് സംസാരിക്കുന്നത്. അപ്പൊ അവൻ അവിടെ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കാം. അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അനുമോൾ അങ്ങനെ പറയുന്നുണ്ട്. കൂടുതലും അതിനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ഇത് ചോദിച്ചു എന്നുള്ളത് തന്നെ വലിയ കാര്യം. പക്ഷെ ഇനി എപ്പിസോഡിലാണ് നമുക്ക് അറിയാൻ പറ്റൂ ഇനിയിപ്പോ ആര്യനെ വെളുപ്പിച്ചുകൊണ്ട് മസ്താനിയെ നെഗറ്റീവ് ആക്കിയോ. എന്തായാലും ഇത് രണ്ടുപേരും ഇതിനകത്ത് നെഗറ്റീവ് ആകേണ്ടവരാണ്. പക്ഷെ ഇതിനകത്ത് മിക്കവാറും ആര്യനെ വെളുപ്പിച്ചുകൊണ്ട് മസ്താനിയെ നെഗറ്റീവ് ആക്കാനാണ് ചാൻസ് കൂടുതൽ. എന്നാൽ ഇതിന്റെ കമന്റ് ബോക്സ് നമുക്കൊന്ന് വായിക്കാം. തള്ളിയ മസ്താനിയെ മാത്രം പറഞ്ഞാൽ പോരാ, തള്ളാൻ പറഞ്ഞ പാൽക്കുപ്പി ആര്യനെ കൂടി പറയണം. അവന് പിന്നെ എന്തും ആവാമല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയാണ്. അവിടെ ഈ ആര്യൻ കാണിക്കുന്ന ഒരു പ്രവൃത്തികളും ഇങ്ങനെയുള്ള ഓരോ പ്രവൃത്തികളും എല്ലാ വീക്കെൻഡ് എപ്പിസോഡും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആര്യൻ കാണിക്കുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ ആര്യൻ കാണിക്കുന്ന നെഗറ്റീവ്സ് ഒന്നും എടുത്തു വെച്ച് ചോദിക്കുന്നില്ല. പ്രത്യേകിച്ച് അനുമോളോട് ചെയ്യുന്നത്, അനീഷിനോട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അനീഷുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴാണെങ്കിലും കയറി റേസ് ആയി അനീഷിനെ വായി വരുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ബിന്നിയെ കഴിഞ്ഞ ദിവസം ബിന്നി അടുക്കളയിൽ വെച്ചിട്ട് ബിന്നി എന്താണ് പറഞ്ഞത്? ബിന്നി ജിസേലിനോടാണ് പറയുന്നത് ഇവിടെ ക്ലീൻ ചെയ്തിടണം. ജിസേലാണ് അവിടെ ക്ലീൻ ചെയ്യേണ്ടത്. ജിസേലാണ് അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആര്യൻ വന്നിട്ട് പറയുന്നത് എന്താണ്? ആര്യൻ വന്നിട്ട് പറയുന്നു വേണ്ട, ജിസേൽ ചെയ്യേണ്ട, ഞാൻ ചെയ്തോളാമെന്ന്. അപ്പോൾ അവിടെ ബിന്നി പറയുന്ന ഒരു കാര്യമുണ്ട്, ആ ഹെൽപ്പർ വന്നല്ലോ എന്നുള്ളത്. സത്യമാണ്. ആ ഹെൽപ്പർ വന്നല്ലോ എന്നുള്ളത് വലിയൊരു വിഷയമാക്കി അവിടെ ജിസേലും ആര്യനും ഒക്കെ മാറ്റി. കൂടെ പിന്നെ അക്ബറൊക്കെ കാണുമല്ലോ, നമുക്കറിയാമല്ലോ. അപ്പൊ അവരുടെ ഒരു ഗ്യാങ് അതൊരു വലിയൊരു പ്രശ്നമാക്കി മാറ്റി. പക്ഷെ എന്തായാലും ബിന്നി അവിടെ പ്രതികരിച്ച രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ബിന്നി കറക്റ്റ് കാര്യമാണ്. നമ്മൾ വെളിയിൽ പറഞ്ഞ കാര്യമാണ് ബിന്നി അകത്ത് പറഞ്ഞത്. ഇവന് ജിസേലിന്റെ പാവാടയാണ്, ജിസേലിന്റെ ഹെൽപ്പറാണ്. ജിസേലിന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജിസേൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യേണ്ടത് ജിസേൽ തന്നെയാണ് എന്നാണ് അവിടെ ബിന്നി പറഞ്ഞത്. അതിനെയാണ് ഞാൻ വന്ന് ചെയ്തോളാമെന്ന് പറഞ്ഞ് ഹെൽപ്പർ പുറകെ വന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവിടെ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അത് ചോദ്യം ചെയ്യപ്പെട്ടാലും അവിടെ ഒരു ന്യൂട്രൽ പോകാനാണ് സാധ്യത കൂടുതൽ. ലാലേട്ടൻ മസ്താനിയെ വഴക്ക് കൊടുക്കുമ്പോൾ ഒക്കെ കൊള്ളാം, അവൾക്കത് വേണം. പക്ഷെ ആര്യനെ ഒന്നും പറയാത്തത് എന്താ? ആര്യൻ അനുവിന്റെ പുറത്തൂടെ വീണു വെള്ളം ഒഴിച്ചത് കുറ്റമല്ല, അത് തമാശ.
ആര്യൻ ഈ പറയുന്ന അനുവിന്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചത് അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ട് ചിരിച്ചു വിടാനാണ് സാധ്യത കൂടുതൽ എന്നാണ് ഈ കമന്റിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആര്യനെ ഒന്നും പറയാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആര്യനെയൊക്കെ ഒന്ന് തഴുകി തലോടി അങ്ങ് പോകും. എന്നുവെച്ചാൽ അനുമോളെ ചെയ്യുന്നത് മൊത്തം തമാശയാണ്. അവിടെ കാണിക്കുന്നത് അനുമോൾക്കെതിരെ അവരെന്ത് കാണിച്ചാലും ബാക്കിയുള്ള ഹൗസ് മേറ്റ്സ് അവിടെ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു തമാശയാണ് ബീബിക്കും ലാലേട്ടനും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആര്യനെയും വിട്ട് കുറയണം. പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയതുപോലെയാണ് ആര്യന്റെ അവസ്ഥ. നാണം കെട്ടവൻ എന്ന് പറയുന്നുണ്ട്. പോത്തിന്റെ ചെവിയിൽ വേദം പോകുന്ന പോലെ തന്നെയാണ് ആര്യനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനൊന്നും മനസ്സിലാകത്തില്ലെന്നല്ല, അവന് മനസ്സിലാകുന്നുണ്ട്. അവൻ മനസ്സിലാകാത്ത രീതിയിൽ നടിക്കുന്നതാണ്. അവനാണെങ്കിൽ അവിടെ സംസാരിക്കുന്ന, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ്, വളന്ന് അവൻ അവിടെ സംസാരിക്കുന്നതല്ലാതെ ഇവൻ പറയുന്നത് മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് തന്നെ 2-3 മിനിറ്റ് നമുക്ക് തന്നെ 2-3 മിനിറ്റ് വേണം. എന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ അവിടെ കിടന്ന് ചളവാൻ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്നിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കായിരിക്കും അവൻ വേറെ എന്തെങ്കിലും എടുത്തിടുന്നത്. അത് അവിടെയുള്ള ഹൗസ് മേറ്റ്സ് തന്നെ, വെളിയിലുള്ള നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പാടാം. അപ്പം വെളിയിലുള്ള അകത്തുള്ള ഹൗസ് മേറ്റ്സ് തന്നെ അത് മനസ്സിലാക്കി എടുത്ത് മറുപടി പറയുമ്പോഴത്തേക്ക് ഇവൻ വേറെ എന്തെങ്കിലും കൊണ്ടുവരും. എന്ന് വെച്ചാൽ ഇവനൊരു നോൺ സ്റ്റോപ്പ് ആണ്. ഇവനിങ്ങനെ എന്ന് വെച്ചാൽ കൂടുതലും ഇവൻ സംസാരിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ജിസേലിന് വേണ്ടിയാണ്. ജിസേൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ജിസേലിന് സപ്പോർട്ടായിട്ട് ഒരു വക്കീലായിട്ടാണ് ഇവൻ പോകുന്നത്. ലാലേട്ടൻ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ, അവർ തമ്മിൽ നല്ലൊരു ബോണ്ട് ആണല്ലോ, അപ്പൊ അവർക്ക് സംസാരിക്കാം. പക്ഷേ അവിടെ അനുമോളെയോ ഈ പറഞ്ഞ അനീഷിനെയോ ഷാനവാസിനെയോ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദിക്കും, നിങ്ങൾ എന്തിനത് പറയണം, അത് അവർ തന്നെ പറഞ്ഞോളുമല്ലോ എന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് ആരും സംസാരിച്ചാൽ അവിടെ വിഷയമില്ല. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് കേട്ടോ, നമ്മൾ ആരും ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല. ഇതൊക്കെ വീക്കെൻഡ് എപ്പിസോഡുകളിലും അല്ലാതെ നമ്മൾ ലൈവ് കാണുന്നവർക്കെല്ലാം മനസ്സിലാകുന്ന കാര്യം തന്നെയാണിത്. മറ്റൊരു കാര്യം, ആദില നൂറയുടെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം അക്ബറിന്റെ ഉമ്മ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മകളെ പോലെയാണ് ആദിലയും നൂറയും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും, എൻ്റെ മോനോടൊപ്പം ഇവിടെ വീട്ടിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഈ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ ആദില നൂറ അവിടെ അക്ബറിനോട് നേരിട്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അത് എപ്പിസോഡിൽ വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ആ സമയത്ത് ആദില നൂറയോട് ഇത് പറഞ്ഞ് ചോദിക്കുന്ന ഒരാളുണ്ട്. അവരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അവർ രണ്ടുപേരും ഇപ്പൊ വെളിയിലാണ്. ആ വെളിയിൽ പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഇനി തെളിയിക്കാൻ ആളില്ല. എന്നുവെച്ചാൽ അത് കേട്ടിരുന്നവർ അല്ലെങ്കിൽ ഇത് ആദിലോട് നൂറയോട് സംസാരിച്ചവർ വെളിയിൽ പോയി. അപ്പൊ ആദില നൂറ അപ്പൊ പറയുന്നുണ്ട്, ഞങ്ങൾ കേട്ടതാണെന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നതാണേ, അതുകൊണ്ടായിരിക്കാം ഞങ്ങളോട് അക്ബർ ഇപ്പൊ സംസാരിക്കുന്നില്ല എന്ന് അവരോട് ഈ ആദിലയും നൂറയും തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്. അതിനുശേഷമാണ് അടുത്ത ദിവസം ആദിലയും നൂറയും അക്ബറിനോട് ഈ കാര്യം സംസാരിക്കുന്നത്. അപ്പം ഇത് പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയണ്ട. രണ്ടാമത്തെ കാര്യം, ഇത്രയും ദിവസമായി 3-4 ആഴ്ചക്ക് മുന്നേ നടന്ന കാര്യങ്ങളാണിത്. 3 ആഴ്ചക്ക് മുന്നേ ഒക്കെ നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എന്തിനാണ് ആ വിഷയം എടുത്തിട്ടത്? അത് അക്ബറിനെ ഒന്ന് വെളുപ്പിക്കാനല്ലേ. ഇപ്പോൾ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നതിന്റെ കാരണമാണ് മനസ്സിലാവാത്തത്. എന്ന് വെച്ചാൽ അന്ന് ഇത് ഭയങ്കര ചർച്ചയായതാണ് ഈ വിഷയം. സോഷ്യൽ മീഡിയകളിലെല്ലാം, അതായത് ഫേസ്ബുക്കിലാണെങ്കിലും, ഞാൻ പറഞ്ഞല്ലോ ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാത്തിലും ഭയങ്കരമായ ചർച്ച നടന്ന ഒരു വിഷയമാണിത്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു ക്ലാരിഫിക്കേഷനുമായിട്ട് അവർ ഉമ്മ വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഫുൾ പ്ലാനിങ് ആണ്. കാരണം ഇന്നലെ ആ ഒരു വിഷയം എല്ലാവരും എടുത്ത് ചർച്ച ചെയ്യും എന്നുള്ളത് ഈ പറയുന്ന അക്ബറിന്റെ PR ടീമിനായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഷോ ഡയറക്ടർക്കായിരിക്കാം, ആർക്കെങ്കിലും ആയിക്കോട്ടെ, അവർക്കറിയാം ഇത് ചർച്ചയാകുമെന്നുള്ളത്. അതിന് ഒരു മുഴം മുന്നേ എറിഞ്ഞതാണ്. എന്തായാലും അത് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. ആ ഉമ്മയോടുള്ള എല്ലാ റെസ്പെക്റ്റും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ ആദിലയും നൂറയും തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ എങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ അക്ബർ ഞങ്ങളോട് സംസാരിക്കാത്തത് എന്നുള്ളത്. അത് കേട്ടതായിട്ട് ഉള്ള കണ്ടസ്റ്റൻസും അവിടെ ഉണ്ട്. അതുപോലെ ആദിലയും നൂറയും കേട്ടിട്ടുമുണ്ട്. അപ്പം അതൊരു വെളുപ്പിക്കാൻ വന്നതായിട്ടാണ് എനിക്ക് ആ വീഡിയോയെ കുറിച്ച് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഉമ്മയെ നമുക്ക് ഇതിനകത്തോട്ട് വലിച്ചിടേണ്ട ഒരാവശ്യവുമില്ല. അവർ ഉമ്മയുടെ വായിൽ നിന്ന് വന്ന ഒരു വാക്കായിരിക്കാം. ചിലപ്പോൾ അവരുടെ താല്പര്യങ്ങൾ അങ്ങനെ ആയിരിക്കാം അവരുടെ മനസ്സിൽ. അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ട്, അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അത് തുറന്നു പറയാനുള്ള അവകാശം അവർക്കുണ്ട്. നമ്മൾ ഈ ലക്ഷ്മിയെ എല്ലാം കുറ്റം പറയുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയെ കഴിഞ്ഞ ദിവസം വന്ന് ലാലേട്ടൻ എടുത്തിട്ട് കൊടുത്തിട്ടാണ് പോയത്. പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യം, ലക്ഷ്മിയുടെ പറഞ്ഞ കാര്യത്തിൽ ലക്ഷ്മി ഉറച്ചു നിന്നായിരുന്നു. എന്നുവെച്ചാൽ ലക്ഷ്മിക്ക് ഇവരെ അംഗീകരിക്കാൻ താല്പര്യമില്ല. എന്റെ വീട്ടിൽ ഞാൻ കയറ്റില്ല എന്നാണ് അവിടെ ലക്ഷ്മി പറഞ്ഞിരുന്നെങ്കിൽ ലക്ഷ്മിക്ക് കുറച്ചുകൂടി ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ ലക്ഷ്മി പറഞ്ഞതിൽ ഒരു തെറ്റ് വന്നത് വീടുകളിൽ കയറ്റാൻ കൊള്ളില്ല എന്നുള്ളതാണ്. അത് എന്റെ വീടാകാം, മറ്റുള്ളവരുടെ വീടാകാം, അവിടെ ഇരിക്കുന്നവരുടെ വീടാകാം. അവിടെയാണ് ലക്ഷ്മിക്ക് ഒരു ഫാൾട്ട് സംഭവിച്ചത്. പക്ഷെ ലക്ഷ്മിയുടേതായ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു. പക്ഷെ ആ നിലപാടിനെ പല പ്രാവശ്യവും ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി എന്താണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്, നിങ്ങൾ ഇപ്പോഴും ആ സ്റ്റാൻഡിലാണോ എന്ന്. പക്ഷെ ആ സ്റ്റാൻഡിൽ തന്നെ ലക്ഷ്മി ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അത് ലക്ഷ്മിയുടെയാണ്, അത് ശരിയാണ്. ലക്ഷ്മിക്ക് അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഓക്കെ, താല്പര്യമില്ല. പക്ഷെ ലക്ഷ്മി മറ്റുള്ളവരിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കരുത്. അത് ലാലേട്ടൻ പ്രത്യേകം പറയുന്നുണ്ട്. അത് ലക്ഷ്മിയും പറയുന്നുണ്ട്, എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കാൻ ഇത് ഞാൻ പോയില്ല.
പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അല്ലാതെ ഞാനിപ്പം ഇന്ന ആളെ വീട്ടിൽ കയറ്റുന്ന മറ്റൊരാളോട് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ ലക്ഷ്മിയും ഉദ്ദേശിക്കുന്നുണ്ട്. അത് പബ്ലിക്കിൽ വന്ന് പറഞ്ഞതാണ് ലക്ഷ്മിക്ക് വിഷയമായത്. ലക്ഷ്മിയുടെ മനസ്സിലുണ്ടായിരിക്കാം, അത് ലക്ഷ്മി വെളിയിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ അങ്ങനെ ഒരു സംസാരത്തിന്റെ വിഷയമേ അവിടെ വരുന്നില്ല. ഒരു കാരണവശാലും അക്ബറുമായിട്ടുള്ള വിഷയത്തിൽ ഈ ഒരു സംഭവം എടുത്തിടേണ്ട ഒരാവശ്യം ഇല്ലായിരുന്നു. പക്ഷെ അതെന്തോ കാണാപ്പാടം പഠിച്ചു വെച്ച് ലക്ഷ്മി എപ്പോഴെങ്കിലും ഒന്ന് പയറ്റണം എന്ന് വെച്ചുകൊണ്ടിരുന്നതാണ്. അതിനൊരു സാഹചര്യം വരാതിരുന്നപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് ഉപയോഗിച്ചതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ലക്ഷ്മിയുടെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നു. അത് ലക്ഷ്മിയുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ലക്ഷ്മി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അത് ലക്ഷ്മിയുടെ താല്പര്യങ്ങൾ. ലക്ഷ്മിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ പല ആൾക്കാരുണ്ട്, അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പബ്ലിക്കായി വന്ന ഒരു ഷോയിൽ വന്നിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ബാക്കിയുള്ളത് ഓക്കെ. അതുപോലെ തന്നെ അനുമോളുടേതായ സ്പേസിൽ അനുമോൾ പറയുന്നുണ്ട്, എനിക്കിതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് വെളിയിൽ വന്നേ സംസാരിക്കാൻ താല്പര്യമുള്ളൂ എന്ന്. അതിലും ഒരു തെറ്റുമില്ല. അവിടെ അനുമോളുടെ നിലപാടാണത്. അത് അനുമോൾ മാന്യമായിട്ട് തന്നെയാണ് അവിടെ പറഞ്ഞത്. പക്ഷെ അതിനെയും എതിർത്ത് കുറച്ചുപേര് അനുമോളുടെ നേരെ പോകുന്നേ കണ്ടു, അനുമോളെ ഫയർ ചെയ്യാൻ. അപ്പൊ എന്തായാലും ഇന്നത്തെ പ്രൊമോ നിങ്ങൾ കണ്ടല്ലോ. ഇത് നമുക്ക് എന്തായാലും നോക്കാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്, അതോ ഇതൊരു ന്യൂട്രൽ ഗെയിം അടിച്ച് ഒരു തമാശ രീതിയിലാക്കി കളയുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് അപ്പുറത്ത് നിൽക്കുന്നത് ആര്യൻ ആയതുകൊണ്ട്. ആര്യനോ ജിസേലോ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതൊരു തമാശയായിട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ മസ്താനിയെ ചിലപ്പം ഇതെല്ലാം കേസ് കെട്ടും. ഈ പറയുന്ന ആര്യനെ സേവ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാം മസ്താനിയുടെ ദേഹത്ത് തന്നെ കൊണ്ട് വെക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാം മസ്താനിയുടെ തലയിൽ തന്നെ വെക്കാൻ ചാൻസും കൂടുതലാണ്. എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടതാണ്. എന്നാലും എപ്പിസോഡിൽ അത് മനസ്സിലാവത്തുള്ളൂ. എന്തായാലും എപ്പിസോഡ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഒരു റിവ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.